കിഴക്കുമുത്തൂർ സെന്റ് പോൾസ് മാർത്തോമ ഇടവക സീനിയർ സിറ്റിസൻസ് സംഘടന ഈ കലാരാവിൽ സന്തോഷത്തോടും അഭിമാനത്തോടും താളമേളങ്ങളുടെ അകമ്പടിയോടി അവതരിപ്പിക്കുന്നു വഞ്ചിപ്പാട്ട് തോമാശ്ലീഹ കേരളത്തിൽ. കേരളത്തിൽ ക്രിസ്തു മാർഗം കൊണ്ടുവന്നു. തോമാമാർഗം എന്നതിനു പേരും വന്നു. തോമാശ്ലീഹ നമ്മുടെ നാട്ടിൽ 52 വന്നാണെന്നു. പള്ളികളെ സ്ഥാപിച്ചാൻ പലയിടത്തായി. കൊടുങ്ങല്ലൂർ, പാലയൂർ, നിരണവും നിലയ്ക്കലും, കോട്ടക്കാവ്, കൊല്ലം, പിന്നെ കൊക്കമംഗലം. പള്ളി എന്നാൽ കെട്ടിടമല്ല, അറിഞ്ഞിടാൻ നന്നായി ഇന്ന്. തോമാശ്ലീഹ കെട്ടിടമൊന്നും പണിതതില്ല. പള്ളി എന്നാൽ സഭയാണ്, വിശ്വാസി സമൂഹമാണ്. 7 സഭാ സമൂഹങ്ങൾ സ്ഥാപിച്ചു ശ്ലീഹ. കടന്നുപോയി കാലങ്ങളും വിശ്വാസികൾക്കെണ്ണം കൂടി. തോമാമക്കൾ പുതുസ്ഥലം തേടി യാത്രയായി. പുറവിലങ്ങാട് ചെന്നു, പിന്നെ പള്ളി പുറത്തെത്തി. അമ്പഴക്കാട് കഴിഞ്ഞരുവിത്തുറ. നോർത്തു പുതുക്കാട്, പുത്തൻചിറ, ചമ്പക്കുളം, അളപ്പറമ്പ്, മറ്റമുട്ടു ചിറ, പിന്നെ കടുത്തുരുത്തി. ഉദയം പേരൂരേനമ്മാവ് കഴിഞ്ഞിടപ്പള്ളി, ചാലക്കുടി, മൈലക്കൊമ്പ്, കോലഞ്ചേരി, മൂഴിക്കുളം. തോമാമക്കൾ എത്തിച്ചേർന്നു, ക്രിസ്തു മാർഗം വളർന്നല്ലോ. തോമാമാർഗം നാടെങ്ങും പ്രസിദ്ധമായി. ആരാധനക്രമം വന്നു, പ്രാർത്ഥനകൾക്ക് ആധാരമായി. പൗരോഹിത്യ വിധിയാലെ സഭാസമ്പന്നം. സുറിയാനി ക്രമം വന്നു, മെത്രാന്മാരും അതിൽ തന്നെ. തോമാമക്കൾ സുറിയാനി സഭാഭാഗമായി. ഭാരതീയം സംസ്കാരത്തിൽ ആരാധന സുറിയാനിയിൽ. തോമാമക്കൾ ഇരുലോകം സ്വന്തമാക്കി. നസ്രാണികൾ, സുറിയാനി, ക്രിസ്ത്യാനികൾ, പേരുകൾ പലവിധം നിലവിൽ വന്നു. വിശ്വാസ നിയമം തന്നെ പ്രാർത്ഥനാ നിയമമാക്കി. തോമാമക്കൾ കേരളത്തിൽ വ്യക്തിത്വം നേടി. സുറിയാനി മെത്രാന്മാരോ ആത്മീയ ഭരണം മാത്രം നിർവഹിച്ചു. തോമാമക്കൾ സന്തുഷ്ടരായി. ആർച്ചടിക്കൻ നേതൃത്വത്തിൽ പള്ളി പൊതു യോഗങ്ങളും സഭയുടെ ജീവിത ചൈതന്യമായി. സുറിയാനി സഭയുടെ ആത്മീയ നിയന്ത്രണത്തിൽ
തോമാ മക്കൾ സ്വന്തമായ വ്യക്തിത്വം പുൽകി. തോമാ മാർഗം എന്നതിനു പേരു നൽകി സ്വാഭിമാർഗം. സോമാമാർഗം ജീവിതക്രമവുമായി. തോമാമാർഗം എന്നു വെച്ചാൽ തോമാശ്ലീഹ കൊണ്ടുവന്ന സുവിശേഷ ജീവിത ശൈലി അത്രേ. കേരള സംസ്കാരത്തിലായി തനതായി വികസിച്ച വിശ്വാസ ജീവിത പാതയത്രേ. തോമാമാർഗം വീണ്ടെടുക്കാം, വിശ്വാസത്തിൽ ആഴപ്പെടാം. തോമാശ്ലീഹ നമുക്കെന്നും പിതാവു തന്നെ. ഓദിത്തി താരാദിത്തി തൈ ദിത്തൈ നഗതൈ ഓദിത്തി താരാദിത്തി തൈ ദിത്തൈ നഗതൈ ഓദിത്തി താരാദിത്തി തൈ ദിത്തൈ നഗതൈ